തൃശൂർ ചിയാരത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് റോഡരികിൽ നിർത്തി പാൻ വാങ്ങാൻ പോയി ഡ്രൈവർ. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്താണ് യാത്രക്കാരുമായി ബസ് നിർത്തിയത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് ഇത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇത് നമ്മുടെ ചിയാരം ഗലിയിൽ കഴിഞ്ഞിട്ട് MD ഫ്രാൻസിസ് ഫർണിച്ചറില്ലേ അതിന്റെ മുമ്പിൽ ഒരു മുറുക്കാടക്കാരെ നിൽക്കുന്നുണ്ട്, ഡാൻസ് ഒക്കെ വെക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവിടേക്ക് സൂപ്പർവൈസർ ബസ്സിലത്തെ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് സാധനം മേടിച്ച് പോണ അവസ്ഥയാണ്. അത് സൂപ്പർ ഫാസ്റ്റിന് അവിടെ സ്റ്റോപ്പില്ല, ഞങ്ങൾ നീക്കി നിർത്തിയിട്ട് ആൾ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ആന മേടിച്ച് പോകും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീത, ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ അത്യാവശ്യമുള്ള മരുന്ന് വാങ്ങി ഓടിപ്പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു യാത്രക്കാരനാണ് ഈ പ്രതികരണം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. വാങ്ങിയത് പാൻ തന്നെയാണ് എന്ന് ഉറപ്പാണല്ലോ അല്ലേ? എന്ത് നടപടി ഉണ്ടാകും KSRTCയുടെ ഭാഗത്തു നിന്ന്? ക്രിസ്റ്റീന, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ചു. എന്തായാലും ഈ വിഷയത്തിൽ KSRTC ഒരു നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ, ഈ ചിയാരം മേഖലയിൽ സ്റ്റോപ്പില്ല. സൂപ്പർഫാസ്റ്റ് ബസ്സാണ്, സ്റ്റോപ്പില്ല. സാധാരണ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ കൈ കാണിച്ചാലോ അല്ലെങ്കിൽ ആളുകൾ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞാലോ ഒന്നും തന്നെ നിർത്തിക്കൊടുക്കുക സാധാരണമല്ല. അത് വളരെ കാരുണ്യവാന്മാരായിട്ടുള്ള ഡ്രൈവർമാർ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതവിടെ മുറുക്കാൻ കടയുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് ഈ ഡ്രൈവർ എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പെട്ടെന്ന് ഇറങ്ങി മുറുക്കാൻ വാങ്ങി അദ്ദേഹം തിരികെ കുറച്ചു നേരം അവിടെ നിന്ന് പൈസയെല്ലാം കൊടുത്ത് തിരികെ ബസ്സിലേക്ക് തന്നെ ഓടിക്കയറുകയാണ്. അത് പെട്ടെന്ന് തന്നെ ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ്. അപ്പോഴാണ് പറയുന്നത് എന്തൊരു ശുഷ്കാന്തി അല്ലേ ഈ ഡ്രൈവറുടേത് എന്നാണ് ആ വീഡിയോ പുറത്തിയ നാട്ടുകാരൻ പറയുന്നത്. എന്തായാലും ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ KSRTC ബസ് ഡ്രൈവർ എന്തായാലും ഇനി സ്ഥിരമായി ആ മേഖലയിൽ പോയി മുറുക്കി നിൽക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന് KSRTCയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അപ്ഡേറ്റ് ചെയ്യാനാകും. എന്തായാലും കൃത്യമായൊരു കൃത്യവിലോപം തന്നെയാണ് ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സൂപ്പർഫാസ്റ്റ് ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തുക, സ്റ്റോപ്പല്ല ഒരു മുറുക്കാൻ കടയുടെ സമീപത്ത് നിർത്തുക, ശേഷം മുറുക്കാൻ വാങ്ങി മടങ്ങുക. എന്തായാലും നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.